ഇട്ടുമൂടാനുള്ള സ്വത്തിനിടെ വളർന്ന കൊച്ച ഇന്ന് വരെ ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടുണ്ടോ? അതാണ് വളർത്തുഗുണം. ഇതിപ്പോ അങ്ങനെ വല്ലതുമാണോ? കഞ്ഞിവെള്ളം കുടിച്ച് വളർന്നവക്ക് 4 നേരം നല്ല കുത്തിരിച്ചോറ് കിട്ടിയപ്പോഴാണ് നെകളിപ്പ്. ഒന്ന് കണ്ടവന്മാരെ വിളിച്ച് വീട്ടിൽ കയറ്റിട്ട് നിങ്ങൾ വെറുതെ തോന്നിയാസം വിളിച്ച് പറയരുത്. തോന്നിയാസോ? നീയും കണ്ണുകൊണ്ട് കണ്ടതല്ലോടി. എന്ത് കണ്ടുന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ ഇനി അതുകൂടി പറയണോടി? ഞാൻ ഇറങ്ങാ വേണു, അതാ നല്ലത്. ഞാൻ ഇറങ്ങാങ്ങളെ. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ വന്നത്. ആരും ആരുടെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഈ ഭൂമിയിലേക്ക് വന്നത്. പോകുന്നതും അങ്ങനെ തന്നെ. പക്ഷേ ചിലരെ നിർബന്ധിച്ച് പലരും മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്കിളിന് പോവാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞയക്കാം, വേണോ? ഇവനാരാന്ന ഇവന്റെ വിചാരം? ആകെ മൊത്തം ഒരു ബീഡി കുറ്റിയുടെ അത്രേ ഉള്ളൂ, തെണ്ടി. മോനെ വേണു, അവൻ പോയോ? എടി സാവിത്രി, ഇപ്പൊ ഈ പോയവനുണ്ടല്ലോ, പിന്നോരം പറയാൻ നിൽക്കുന്നു. എന്റെ വാക്ക് കേൾക്കാൻ ആരും ഇല്ലയോ ഇവിടെ? എന്താ എന്നോട് പറഞ്ഞോ? ഒന്നുമില്ല, നീ പോ. ആ പത്രം ഒന്നുകൂടെ വാങ്ങിച്ചേക്കെ, എന്തായാലും കാശ് മുടക്കിയതല്ലയോ. ഈ കോൺവെന്റിന് മുന്നിലല്ലേ വരാൻ പറഞ്ഞത്? ഇയാളത് എവിടെ പോയി? ഇനിയിപ്പോ വല്ല കെറുക്കും പറഞ്ഞതാവൂ, അതോ വല്ല പോലീസിനെ കണ്ട് മുങ്ങിയ? ഇവന്റെ ഒക്കെ കൂടെ കൂടി എന്നെ വേണം അടിക്കാൻ. ഇനി എനിക്കിട്ടുള്ള വല്ല പണിയായിരിക്കുമോ? ദൈവമേ, വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാ. ഏയ്, പോലീസിന്റെ പിടിയിലാണെങ്കിൽ ഞാൻ വിളിച്ചാൽ കുഴപ്പമാവോ? നമ്പർ ചേസ് ചെയ്താ ഞാനും അകത്താവൂല്ലോ. ദൈവമേ, ജയിലിൽ ചാടി കക്ഷിയാ. ഓ, എന്റെ അണ്ണ, നിങ്ങളെന്താ മാനത്തുനിന്ന് പൊട്ടി വീണതാണോ? ഞാനിവിടെ ഒരു മനുഷ്യ ജീവനെ പോലും കണ്ടില്ലല്ലോ. നീ കാണാത്തതും നിന്നെ കാണിക്കാൻ പറ്റാത്തതുമായി ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഭൂമിയില്. നീ വണ്ടി എടുക്ക. അല്ല, ഇതിപ്പോ എവിടേക്കാ? പറയാം, നീ നേരെ അങ്ങ് വിട്ടോ. അണ്ണാ, പോലീസ് എങ്ങാനും കണ്ട നീ വിടും. ജയിലിൽ കിടക്കാൻ നിനക്ക് വലിയ ആഗ്രഹമല്ലേ? നീ വണ്ടി എടുക്കടാ. പിന്നെ ഒരു പണിയില്ലാതെ പെരുവഴി വന്ന് കുറ്റിയടിച്ച് നിൽക്കാൻ കേരള പോലീസിന് വേറെ പണിയൊന്നുമില്ലല്ലോ. എടാ, മാസത്തിൽ 30 ദിവസവും സമരവും ഹർത്താലും വഴിതടയിലും ധർണയൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടില് അത് തടയാൻ പോലും പോലീസ് തികയുന്നില്ല. അപ്പോഴാ എന്നെപ്പോലുള്ളവരുടെ പുറകെ നടന്ന് സമയം കളയുന്നത്. നീ വണ്ടിയിടറാ. കുരിശായ വണ്ടി പോട്ടെ. നിങ്ങൾ കാര്യം പറ. നിങ്ങളോ? നീ എന്നെ മാഡോന്ന് ആന്റിന്നൊക്കെയാണല്ലോ സാധാരണ വിളിക്കാറ്. എന്താ ഇപ്പൊ പുതിയൊരു സംബോധന? കാര്യം എന്താണെന്ന് വെച്ചാ പറയും. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ആശാരിപ്പണിയല്ലേ? അതിന് നീ ഇപ്പൊ ആ ജോലിക്ക് പോവാറില്ലല്ലോ. അതിന്റെ ആവശ്യവും വരുന്നില്ല. ഞാൻ തന്നതും എന്നോട് ചോദിച്ചു വാങ്ങിയതുമായിട്ട് ഒരുപാട് കാശ് നിന്റെ കയ്യിലിപ്പോ ഉണ്ടാവുമല്ലോ മനോജേ. എന്തേ, സീതാലക്ഷ്മിയുടെ മരുമകനാവാനുള്ള മോഹം നീ വേണ്ടാന്ന് വെച്ചോ? നിന്റെ വാശിയായിരുന്നില്ലേ അത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശമൊക്കെ നല്ലത് തന്നെ. എനിക്കോ നിങ്ങൾക്കോ? നമുക്ക് രണ്ടാൾക്കും. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ചില കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ നിന്റെ ഈ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമാ മനോജെ. കൂട്ടിക്കിടക്കുന്ന കുട്ടിക്കുരങ്ങന്മാർക്ക് നമ്മൾ ആഹാര സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുമ്പോ അവറ്റുകൾ കാണിക്കുന്ന ചില കുസൃതികളില്ലേ, അത് കാണുമ്പോഴുള്ള ഒരിഷ്ടം. നിങ്ങളുടെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു തൊലയ്ക്ക്.
പറയാം. നീ ഒരിക്കൽ കൂടി വേണുവിന്റെ വീട്ടിൽ അംബികയുടെ അടുത്ത് ചെല്ലണം. അന്ന് പാതിയിൽ നിർത്തിയ ആ സീൻ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണ്ടേ? വേണം. ആ സീനോടെ തീർക്കണം അവളുടെ അവിടുത്തെ പൊറുതി. നിനക്ക് എന്തൊക്കെ കഴിയോ അതൊക്കെ നീ ചെയ്യണം. അവിടെ ഉള്ളവരെ ഇറക്കി വിടണം. അവളെ ഇറക്കി വിട്ടാ പിന്നെ ആ പടി ചവിട്ടാൻ അവൾക്കാവരുത്. എനിക്ക് കഴിയില്ലെങ്കിലോ? ഇനിയും പണം വേണോ നിനക്ക്? എത്ര വേണം? നിങ്ങൾ ഒരു സ്ത്രീയല്ലേ? ഒരു സ്ത്രീക്ക് ഇങ്ങനൊന്നും ചിന്തിക്കാനാവില്ല. നീ അത്രയ്ക്കങ്ങ് ഹരിചന്ദ്രനൊന്നും അല്ലല്ലോ. നിനക്കെന്താ ഞാൻ പറയുന്ന അനുസരിച്ച? അംബിക ആരാ നിന്റെ? അതൊരു സാധു സ്ത്രീയാ. അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞ ഈ വൃത്തികേടുകളൊന്നും ചെയ്യാൻ എനിക്കാവില്ല. അപ്പൊ ഗീതുവിനെ വേണ്ടേ നിനക്ക്? ഓ, അതാണ് ലൈഫ്. ഗീതുവിനെ സ്വന്തമാക്കാൻ എനിക്കറിയാം. അതിന് അംബികയെ ഉപദ്രവിക്കണമെന്നില്ല. നീ ഒരു വിഡ്ഢിയാ മനോജെ. ഇനി നീയും ഗീതുവും തമ്മിലുള്ള ബന്ധം നീ ആരോട് പറഞ്ഞാലും ആ വീട്ടിലുള്ളവർ അത് മുഖവിലക്കെടുക്കില്ല. ഇപ്പോ നീ അവർക്ക് അംബികയുടെ കാമുകനാ, രഹസ്യക്കാരൻ. ഞാൻ പറയുന്നതനുസരിച്ചാ നിനക്ക് പണമെങ്കിലും കിട്ടും. എന്താ വേണ്ടത്? നീ പറഞ്ഞോ. അനുഭവിക്കും. നിങ്ങൾ ഒരുപാട് അനുഭവിക്കും. നീ ആലോചിക്ക്. ഞാൻ വിളിക്കാം നിന്നെ. അണ്ണാ, ആ പയ്യനായിട്ട് എന്താ? എന്തിനാ നമ്മളിവിടെ വന്ന് ഈ കാറിൻ്റെ ഉള്ളിൽ കയറിയത്? രഘു, അതാ അവൻ. കണ്ടില്ലേ നീ? ഇനി എന്താന്ന് വെച്ചാ നീ തീരുമാനിച്ചോ. ഒരുപാടൊന്നും വൈകണ്ട. ചെക്കൻ ഓവർ സ്മാർട്ടാ. അണ്ണാ, എന്താ ഇതൊക്കെ? എനിക്ക് കാശിനൊരു അത്യാവശ്യമുണ്ട്. ഇനി ഇവിടെ കിടന്ന് ഒരുപാട് കറങ്ങാനാവില്ല. അതുകൊണ്ട് നീ എവിടെ കിടന്ന മണ്ടനാടാ? നിനക്ക് മാത്രം കാര്യം മനസ്സിലായില്ലേ? സീതാലക്ഷ്മി എന്നൊരു കൊട്ടേഷൻ. അത് ഇപ്പൊ പോയ ആ ചുള്ളനാണ് ഏര. നിങ്ങൾ കാര്യമായിട്ടാണോ അത് പറയുന്നത്? പിന്നെ അല്ലാണ്ട്. ആ പോയ സീതാലക്ഷ്മിയുടെ മകളെ കെട്ടണമെന്ന് അവര് കോടീശ്വരിയാണ്. ഇവൻ വെറും ദരിദ്രവാസിയും. അവനെ കൊള്ളാവോ? അർഹിക്കാത്തത് ആഗ്രഹിക്കാവോ? ഈ പാവപ്പെട്ടവന്മാരൊക്കെ പണക്കാരികളെ അങ്ങ് പ്രേമിച്ച് കിട്ടിയാ പിന്നെ ഇവിടെയുള്ള പാവപ്പെട്ട പെങ്കൊച്ചുങ്ങളെ കെട്ടാൻ ആരാ വരിക? പണക്കാർ വരുമോ? ഇല്ലല്ലോ. അക്കണക്കിന് ഇവൻ കാണിക്കുന്നത് തെറ്റല്ലേ? തെറ്റിനുള്ള ശിക്ഷ എന്താ? അടി. അതിലും വലിയ തെറ്റാണെങ്കിലോ വടി. എന്ന് വെച്ചാ മരണം. പേഴ്സണലായിട്ട് ഈ പയ്യനോട് എനിക്ക് വേറൊരു കുഞ്ഞ് കടപ്പാട് കൂടി ഉണ്ട് അർജുന. രഘു ചെയ്തിട്ടുള്ള പണികൾക്ക് സാക്ഷിയാവാനും സാക്ഷി പറയാനും ആരും ഉണ്ടായിട്ടില്ല ഇതുവരെ. അത് എൻ്റെ ഒരു രാശിയായിരുന്നു. പക്ഷേ ഇവിടെ അത് തെറ്റി. ആ വേണു എന്ന് പറയുന്നവന്റെ ആക്സിഡന്റ് കേസിലെ ഏക സാക്ഷിയും ഈ ചെക്കനാ. അവൻ അതും പറഞ്ഞ ആ പാവം സീതാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാറുണ്ടത്രേ. വധൂരിപ്പഴയുടെ അഹങ്കാരം നോക്കണേ. നീ വണ്ടിയെടുക്ക്. വണ്ടി എടുക്കാൻ വായും പൊടിച്ചു നിൽക്കുന്നോ? നിനക്കാരുടെ അർജുന് പേരിട്ടെ? എടാ, നിനക്ക് പേരിട്ടത് ആരാണെന്ന്? അച്ഛൻ. അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. എന്തേ? അല്ല, അയക്കട്ടൊന്ന് കൊടുക്കാനായിരുന്നു. അർജുനൊന്ന് പേരിടാൻ പറ്റിയൊരു മുതല്. വണ്ടി എടുക്കടാ. വിട്ടോ, ഞാൻ പറയുമ്പോ നിർത്തിയാ മതി. വേണ്ട സാറേ, ഇറങ്ങണ്ട.
സാറ് തിരിച്ചു വയ്ക്കോളൂ. പോകാനോ? അതെ സാറേ, സാറിനെ കാണാനും കൂടാനും പറ്റിയ ആളിവിടെ ഇല്ല. മൈനയില്ലേ അകത്ത്? അത് തന്നെ പറഞ്ഞത്. ആരെ കാണാനായാലും ശരി, ഇനി അതിവിടെ നടക്കില്ല. ആ, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. താനാരാ എന്നെ തടയാൻ? കൈയെടുക്ക്. ഞാൻ ആരോ ആയിക്കോട്ടെ സാറേ. ഏതായാലും ATM ബൂത്തിലെ സെക്യൂരിറ്റി അല്ല, കയറി ഇറങ്ങി പോകുന്നവനെ സല്യൂട്ട് അടിക്കാൻ ഒരു പോലീസുകാരനാ. എന്റെ സാറ് പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നിങ്ങളിവിടെ വരാൻ പാടില്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? ആണോ? അതെ. മൈനയെ കാണാൻ വന്നതാണെങ്കിൽ ഞാൻ അവിടെ കണ്ടിട്ടേ പോവും. നടക്കില്ല സാറേ, ഇപ്പൊ സമയം രാത്രിയാ. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ സാറ് പോ. ഞങ്ങളൊക്കെ പാവങ്ങളാ, ഉപദ്രവിക്കരുത്. കൈയെടുക്കണോ? വേണ്ട. ഹരിസാറിന്റെ കുടുംബത്തിലെ ഒരാളാ. മാനസ കുഞ്ഞിനെ താലി കെട്ടിയ ഒരാള് നമ്മള് നാവ് തെറ്റി ഒന്ന് വിളിച്ചുകൂടാ. അത് ഹരിസാറിന് നാണക്കേടുണ്ടാക്കും. മോനെ, നിന്നെക്കുറിച്ച് എന്നും അഭിമാനത്തോടെ ഹരിസാർ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം കൂടപ്പുറപ്പെന്നാ ഞങ്ങളോട് പറയാറ്. അത്രയ്ക്ക് നല്ല കുട്ടിയാ നീ. അങ്ങനെ ഒരാൾ ഈ നേരത്ത് ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. മോൻ ചെല്ലേ. ഹോസ്പിറ്റലില് ആ മാനസ കുഞ്ഞ് തനിച്ചല്ലേ. അതിന് മോനല്ലാതെ ആരാ ഉള്ളത്? ചെല്ലു മോനെ. മോനിപ്പം മാനസയുടെ അരികിലാ വേണ്ടത്. എല്ലാം നിങ്ങളുടെ ഹരിസാറ് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിരിക്കല്ലേ. ഞാൻ ഇവിടെ വരുമ്പോ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? വെറുതെ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടിരുന്നെങ്കിൽ ഈ മുറ്റത്ത് പോലും കാലുകുത്തില്ല, ഒരാളും കുത്തിക്കത്തില്ല. ഉറപ്പാ. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്നെ തടയാനും മാത്രം നിങ്ങൾ ആരാ? ഞാൻ മൈനയെ കാണാൻ വന്നു, കണ്ടിട്ടേ പോവും. ഞാൻ വരും, നമുക്ക് ഇഷ്ടമാണ്. എനിക്ക് അവളെ കാണണം, സംസാരിക്കണം. എന്റെ പൊന്നു മോനെ, ഇവിടെ നിന്ന് ഒച്ച വെച്ച് ആളുകളെ കൂട്ടാതെ ദയവായി മോൻ പോ. ഞാൻ പോവില്ല. മൈനെ, മൈനെ, അയ്യോ മൈനെ, നീ കേട്ടില്ലേ മൈനെ? ഹരിയേട്ടൻ. മതി, ഒച്ചയെടുക്കണ്ട. സിദ്ധു പോ. ഞാൻ പോവില്ല. ഇനിയിപ്പോ ആര് വന്ന് തടഞ്ഞാലും നിന്നോട് സംസാരിക്കാതെ പോവില്ല ഞാൻ. നിക്കണല്ലേ പറഞ്ഞു. സിദ്ധു, ഇവിടുന്ന് പോവാനാ പറഞ്ഞ്. മൈനെ, സിദ്ധു ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ആ പഴയ സിദ്ധു അല്ല ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഹരിയേട്ടനെ ധിക്കരിക്കുന്ന, ആരോടും ബഹളം ഉണ്ടാക്കുന്ന ഈ സിദ്ധാർത്ഥിനെ അറിയില്ല എനിക്ക്. മൈനെ, ഞാൻ ഇങ്ങനെയൊക്കെയായി പോകുന്നതാ. എന്നെ ഇങ്ങനെയൊക്കെ തീർക്കുന്ന എല്ലാവരും. അല്ലാതെ അല്ല, ഇങ്ങനെയൊക്കെ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സിദ്ധു, ഇല്ലേ? അതല്ലേ ശരി? അല്ല അല്ല, ഒരിക്കലുമല്ല. ആരും എന്താ എന്നെ മനസ്സിലാക്കാത്ത? ആരും എന്താ എന്റെ ഭാഗത്തുനിന്നൊന്നും ചിന്തിക്കാത്ത? എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്നത് നിന്റെ അടുത്തുനിന്നാണെങ്കിൽ അതെന്തിനാ ഇങ്ങനെ തടഞ്ഞു പിടിക്കുന്നേ? മൈനെ, തെറ്റായി ചിന്തിക്കുന്നത് ഹരിയേട്ടനാ. മാനസ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ഞാൻ അവളെ ഉപേക്ഷിച്ചു പോകുന്നുള്ള തെറ്റായ ചിന്തയാ ഹരിയേട്ടന്. അതല്ലേ ദാ ഈ തടയലിലേക്ക് അർത്ഥം. നമ്മുടെ ഹരിയേട്ടന് തെറ്റ് പറ്റില്ല സിദ്ധു. അപ്പൊ തെറ്റുകാരൻ ഞാനല്ലേ? നീയും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ മൈനെ. മോളെ, പോരെ അമ്മണിയമ്മേ, ഇനിയെങ്കിലും എന്റെ ഹരിയേട്ടനോടൊന്ന് പറ, എന്റെ അടുത്തേക്കൊന്ന് വരാൻ.
എന്തായാലും മാനസ ഭാഗ്യം ചെയ്ത കുട്ടിയാ. കണ്ടില്ലേ, പരിചരിക്കാൻ കൂടെ നിൽക്കുന്നത് ഒരു ഡോക്ടറാ. ഇങ്ങനെ ഒരു ഭാഗ്യം വേറെ ഏത് പേഷ്യന്റിന് കിട്ടും, അല്ലേ ഗൗരി? ഒരു ഡോക്ടറായിട്ടല്ല, മാനസയുടെ ഏട്ടത്തിയായിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. അതാ മാനസിക്കും ഇഷ്ടം, അല്ലേ മോളെ? ആ അതെ, ഞങ്ങളെ വീട്ടിൽ വിടാതെ ഇവിടെ ഇങ്ങനെ പിടിച്ചു കിടത്തി ബില്ല് കൂട്ടാനാണോ പ്ലാൻ? ഷോ, ഞങ്ങൾക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ബില്ലാകുന്നതിന് മുമ്പ് ഞങ്ങളങ്ങ് വിട്ടേക്കാടോ. ഞങ്ങൾക്ക് വല്ലപ്പോഴും അല്ലേ ഇതുപോലുള്ള VIP കളെ വീണ് കിട്ടൂ. മുതലാക്കണ്ടേ ഗൗരി? ആ, നാത്തൂമാരിവിടെ കത്തി വെച്ചോണ്ടിരിക്കേ. ഗൗരി, പെയിൻ വല്ലതും മാനസിക ഫീൽ ചെയ്താ എന്റെ സെൽഫോണിലേക്ക് ഒന്ന് വിളിച്ചേരെ, ഞാൻ ഓപ്പിലുണ്ടാവും. മാനസിക്ക് ഒരു പ്രോബ്ലം വരില്ല, താൻ ചെല്ലേ. കണ്ടില്ലേ, നിനക്കൊക്കെ വെച്ച് വിളമ്പി നിന്റെ ഹരിയേട്ടന്റെ തുണിയൊക്കെ അലക്കി കഴിയാനാ എന്റെ യോഗം. അല്ലെങ്കിലേ ഞാനും ഇതുപോലെ തിരക്കുള്ളൊരു ഡോക്ടറായിട്ട് വിലസി നടക്കേണ്ടതായിരുന്നു. ആ ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്തിനാ? ദേ, ഇത് കഷ്ടമാണ് കേട്ടോ മനസ്സേ. ഒരാളിവിടെ കഷ്ടപ്പെട്ടൊരു തമാശ പറയുമ്പോ അറ്റ്ലീസ്റ്റ് പല്ല് പുറത്ത് കാണിച്ചൊരു ചിരിയെങ്കിലും ആവായിരുന്നു. ഇതെന്തോന്നാ നിന്റെ ഉള്ളില്? സിദ്ധുവിനെ കണ്ടില്ലല്ലോ എടുത്തേ. ഇതെന്തോന്നാ പെണ്ണെ? സിദ്ധുവിന് മാത്രം മതിയോ നിനക്ക്? ഞങ്ങളൊന്നും വേണ്ടേ? അതല്ല എടുത്തേ. നീ ഇങ്ങനെ ആയാലോ മനസ്സേ. സിദ്ധുവിന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ ഉണ്ടാവില്ലേ? എപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞിരുന്ന മനസ്സ് മടുക്കില്ലേ അവന്റെ? അപ്പൊ എന്റെ എടുത്തേ കണ്ണടച്ച ഓരോരോ പേടിപ്പെടുത്തുന്ന ചിന്തകളാ വരുന്നേ. സിദ്ധു എന്നിൽ നിന്ന് അകന്നു പോകുന്ന പോലെ, സിദ്ധുവിനെ നഷ്ടപ്പെടുന്നത് പോലെ. നീ എന്താ ഈ പറയുന്നേ? വെറുതെ ആവാം, അങ്ങനെ തോന്നുന്നു എനിക്ക്. ഗൗരി എടുത്തേ, എപ്പോഴെങ്കിലും രഹസ്യമായിട്ടെങ്കിലും സിദ്ധുവിനോടൊന്ന് ചോദിക്കാവോ എനിക്ക് വേണ്ടി? എന്ത്? സിദ്ധുവിന് എന്നോട് ദേഷ്യമുണ്ടോന്ന്, എന്നോട് വെറുപ്പുണ്ടോന്ന്? മനസ്സേ, അങ്ങനെയൊന്നും ഇല്ല കുട്ടി. നിന്നേക്കാൾ ടെൻഷൻ അനുഭവിക്കുന്നത് സിദ്ധുവാ. അവനത് പുറത്തറിയിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആവാ എന്റെ സിദ്ധു, എനിക്കറിയാം സിദ്ധുവിന് ജീവന തന്നെ. പക്ഷെ സിദ്ധു ആഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്കായില്ലല്ലോ ഗൗരി എടുത്തി. കരയരുത് മനസ്സേ. ഇനി എത്ര നാളെ കൂടി കാത്തിരിക്കണോ ഏട്ടത്തി? ഇനി ഞാനൊരു അമ്മയാവാൻ. സിദ്ധു ആവും. ഹലോ. ഹലോ, താനിത് എവിടെയാ? മനസ്സരുടെ അടുത്ത്. എന്തേ, അവിടെ വല്ല പ്രോബ്ലം? എന്താ ഗൗരി? സിദ്ധാർത്ഥന് ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മനസ്സ ആകെ അപ്സെറ്റാ. എനിക്കറിയാം അവൻ എവിടെയാണെന്ന്. ഞാൻ അങ്ങോട്ട് വരാൻ ഗൗരി. താൻ അവളോട് ടെൻഷൻ ആവണ്ടെന്ന് പറയേ. ഞാൻ നോക്കിക്കോളാം. എന്താ? ഹരിയേട്ടനെ വിളിച്ചത്. സിദ്ധാർത്ഥൻ വീട്ടിലുണ്ട്. ഇല്ല, ഞാൻ ഇനി അവനെ ഫോണിൽ വിളിക്കുന്ന പ്രശ്നമില്ല. നമ്മളിലൂടെ പിന്നെന്താ, അവന് ഇഷ്ടമുള്ളപ്പോ വരട്ടെ. ഇവിടെ നിൽക്കുന്ന കാര്യത്തിലല്ല, അവൻ എവിടെ പോയിന്ന് അറിയണ്ടേ? വേണ്ട, എനിക്കറിയണ്ട അവന്റെ ഒരു കാര്യവും. വാശി കാണിക്കില്ലേ ഹരിയേട്ടാ?
വാശിയോ? ആര്? ഞാനോ? അവനോടോ? എനിക്കറിയാം അവൻ എവിടെ ഉണ്ടെന്ന്. എന്നെ ജയിക്കാൻ ഇറങ്ങിയിരിക്കുക അവൻ. ജയിച്ചോട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് ആരെയും കരയിപ്പിച്ചുകൊണ്ടാവരുതെന്നേ ഉള്ളൂ. കൈതമുള്ളിൽ പിടിച്ച പോലെയാ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മേൽപോട്ടും വയ്യ, കീഴ്പോട്ടും വയ്യ. അവൻ വരുന്നുണ്ട്. ഹരിയേട്ട ഒച്ച ഉണ്ടാക്കാനും നിൽക്കണ്ട പ്ലീസ്. എന്റെ അടുത്തി എന്തിനാ രണ്ടാളും ഇവിടെ ഇങ്ങനെ നിന്നേ? മാനസയുടെ അടുത്താരാ? പോകാനിറങ്ങിയതാണെങ്കിൽ പൊക്കോളൂ, ഇനി ഞാനുണ്ടല്ലോ. സിദ്ധു, പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഇതല്പം ക്രൂരമാണ്. ഏത്? എന്ന് നിനക്ക് നന്മ വരാനും കൂടിയാ ഹരിയേട്ടൻ ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. ഞാനും അങ്ങനെയല്ലേ അടുത്തി? ഞാനും ഒരിക്കലും ഹരിയേട്ടന്റെ വാക്ക് ധിക്കരിച്ചിട്ടില്ല, ഒരേ ഒരു വാക്കൊഴികെ. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹരിയേട്ടൻ. നിന്നോട് ഹരിയേട്ടാ, സിദ്ധു, ഞാൻ പറയുന്ന ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം.